എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ പ്രോബ്ലം ആണ് ഗൈസ്. സോറില്ലേ, എനിക്കുണ്ട്, എല്ലാവർക്കും മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ്, ഇങ്ങനൊക്കെ കൊഴിഞ്ഞ് പോയി പോയി ഫുള്ള് തിന്നായി ഗ്രേ ഹെയർസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇത്ര പ്രോബ്ലംസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത്. ബഷീർ ബാഷിയും ഭാര്യമാരും കുറച്ച് ആളായിട്ട് ഇവരെ കാണാനുണ്ടായില്ല. മുന്നേ BB ക്രീം എന്നൊക്കെ പറഞ്ഞിട്ട് ഇവർ ഒരു പ്രാവശ്യം എറണാകുളത്തേക്ക് പോയതാണ്. പിന്നെ ആദ്യമൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എറണാകുളത്തേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതാണ്. പിന്നെ കുറെ നാളും കഴിഞ്ഞിട്ട് ഇവരെ കണ്ടില്ലായിരുന്നു. പിന്നെ ഇപ്പൊ അങ്ങനെ ഇവർ പൂർവാധിക ശക്തിയോടെ തിരിച്ചു വന്നിരിക്കുകയാണ് ബഷീർ ബാഷിയും ഭാര്യമാരും. അപ്പൊ ഇപ്പോഴത്തെ വിഷയം എന്താന്ന് നോക്കണമെങ്കിൽ മൈസൂരിനകത്തുള്ള ഹെയർ ഓയിൽ. അപ്പൊ ഇപ്പൊ ഈ നമ്മൾ കുറച്ചാൾ മുന്നേ നോക്കണമെങ്കിൽ ജിയോ മച്ചാൻ, നമ്മുടെ M4ടെക്കിനകത്ത് ജിയോ മച്ചാൻ പോയിട്ട് ഈ ഒരു സാധനം ഹിക്കി പിക്കി എന്ന് പറഞ്ഞ ഒരു സാധനം പ്രൊമോട്ട് ചെയ്തിട്ട് അത്യാവശ്യം നല്ല രീതിക്ക് തന്നെ പുള്ളിക്കാരൻ എയറിലേക്ക് പോലും ട്രോളും കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പൊ ആ ഒരു ഇതിന്റെ പാത പിടിച്ചിട്ടാണെന്ന് തോന്നുന്നു ഇപ്പൊ ബഷീർ ബാഷിയും കുടുംബവും ഇപ്പൊ അവിടെ ചെന്നിട്ടുണ്ട്. എന്നിട്ട് അവരിപ്പൊ പ്രൊമോട്ട് ചെയ്യണതെന്ന് പറഞ്ഞാൽ നീലാംബരി ഓയിൽ. അതാണ് ഇവര് പറയണതെന്ന് പറഞ്ഞാൽ അതാണ് ഏറ്റവും നല്ല ക്രീമും. മറ്റേ ഹിക്കി പിക്കിയും അതൊക്കെ ഒരു സൈഡിനകത്തേക്ക് മാറിക്കിട്ടെ. നീലാംബരി ഈസ് ദ ബെസ്റ്റ്. അപ്പൊ നമുക്ക് ഇവരുടെ വീഡിയോ ഒന്ന് കണ്ടുനോക്കാം. നീലാംബരി എങ്ങനെയുണ്ട്, നല്ലതാണോ, അത് മേടിച്ച് തലയെ പറ്റി കഴിഞ്ഞാൽ മുടിയൊക്കെ എന്താവും, നല്ല ഹെൽത്തി ആയിട്ടിരിക്കും എന്നൊക്കെ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിൽ എല്ലാവർക്കും അറിയാം നമ്മൾ മൈസൂർ എത്തിയിരിക്കുകയാണ്. എന്നാൽ ഈ സഡൻ ട്രിപ്പ് എന്നല്ലേ ഞാൻ ഇന്നലെ തന്നെ പറഞ്ഞിട്ടുണ്ട്, നമുക്കൊരു അത്യാവശ്യമായിട്ടുള്ള കാര്യമാണ് ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പറഞ്ഞത്. ബിക്കോസ് നമുക്ക് എല്ലാവർക്കും ഇപ്പൊ ഹെയറിന്റെ പ്രോബ്ലം ആണ് ഗൈസ്. സോറില്ലേ, എനിക്കുണ്ട്, എല്ലാവർക്കും മെയിൻ ആയിട്ട് ഡാൻഡ്രഫ്, ഹെയർ ഫോൾ, ഹെയർ സ്പ്ലിറ്റ്, ഇങ്ങനൊക്കെ കൊഴിഞ്ഞ് പോയി പോയി ഫുള്ള് തിന്നായി ഗ്രേ ഹെയർസ് ആണ്. ഇതെല്ലാം നമുക്ക് ഇത്ര പ്രോബ്ലംസ് ഞാൻ പറഞ്ഞില്ലേ, ഇതിൽ ഏതെങ്കിലും ഒരെണ്ണം നമുക്ക് ഉണ്ടാവുമല്ലോ. അപ്പൊ അതിന് പറ്റിയൊരു ബെസ്റ്റ് സൊല്യൂഷൻ ആയിട്ടാണ് നമ്മൾ വന്നത്. ആക്ച്വലി സൊല്യൂഷൻ നമുക്ക് വേണം, പിന്നെ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വ്യൂവേഴ്സിനും അറിഞ്ഞാൽ കൊള്ളാം. ഒരുപാട് പേർക്ക് ഇങ്ങനത്തെ പ്രോബ്ലംസ് ചോദിക്കും. അതെ, ഒരുപാട് പേർക്ക് ഇതേപോലത്തെ പ്രശ്നങ്ങളുണ്ട്. ഞാൻ പറയാം, എനിക്ക് അത്യാവശ്യം നല്ല മുടിയിനകത്ത് പ്രശ്നങ്ങളൊക്കെ ഉള്ളത്. അപ്പൊ ഇവരുടെ നല്ല മനസ്സ്, കാര്യം ഇത്രത്തോളം നല്ലൊരു ഓയിൽ ഈ എന്നെ പോലുള്ള ഓഡിയൻസിനകത്തേക്ക് എത്തിക്കാൻ കാണിച്ച ഇവരുടെ ആ ഒരു മനസ്സുണ്ടല്ലോ, ആ ഒരു മനസ്സാണ് നമ്മളെ സബ്സ്ക്രൈബേഴ്സിന്. അത് മാത്രം മതി. അപ്പൊ നമുക്ക് ബാക്കിയും കൂടെ കണ്ടുനോക്കാം ഇവർ എന്താണാവോ നമുക്ക് വേണ്ടി തരുന്നത്. അന്ന് മറ്റേ ജിയോ മച്ചാൻ പറഞ്ഞ ഹിക്കി പിക്കി മറ്റേ ഓയിലൊക്കെ അതൊക്കെ വേറെ എനിക്ക് പോട്ടെ, ഇവരുടെ ക്രീം ബെസ്റ്റ്. ക്രീമും പോട്ടെ, ക്രീം എന്ന വായാലും അതിന്റെ ഓയിൽ. ഈ ആദിവാസി എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കേട്ടിട്ടുണ്ടാവും, കുറെ ഹെയർ ഓയിൽസ് ഒക്കെ ഉണ്ട് പല പല സ്ഥലത്തും. പക്ഷെ നീലാംബരിയാണ് നമുക്ക് കേട്ടോളം അടിപൊളി ഹെയർ ഓയിൽസ് എന്നാ പറയുന്നത്. അല്ല, നിങ്ങൾ അങ്ങോട്ട് പറഞ്ഞാൽ മതിയാ ബെസ്റ്റ് ആണെന്ന്. ഇത് എങ്ങനെയാണ് ബെസ്റ്റ് ആവുന്നത്? ഇതിന് എന്ത് സയന്റിഫിക് പ്രൂഫാണ് നിങ്ങൾ മുമ്പോട്ട് വെക്കുന്നത് ഈ ഒരു സാധനം ബെസ്റ്റ് ആണെന്നുള്ളത്? ഇതിന്റെ ഇൻഗ്രീഡിയൻസ് എത്ര ഇൻഗ്രീഡിയൻസ് ഉണ്ട്? 108 കിടന്നില്ല, 108 ഐറ്റംസ് ആണ് ഇതിന്റെ അടങ്ങിയത്. കാരണം ഞാനിവിടെ നോക്കണേ, അതെ എന്താ വെച്ചാൽ ഞാനിവിടെ നോക്കുന്നില്ലേ, കണ്ടമാനം നമ്മുടെ ആയുർവേദിക് സാധനങ്ങളൊക്കെ, നല്ല നല്ല മരുന്നുകൾ, പച്ചമരുന്നുകളൊക്കെ. ഓക്കെ, അപ്പൊ എന്താണ് ഇതിന്റെ ബെനിഫിറ്റ്സ്, ഇതെങ്ങനെ യൂസ് ചെയ്യണം, ഇത് ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാമോ? ആക്ച്വലി പുള്ളിക്കാരൻ കന്നഡയാണ്, എന്നാലും കുറച്ച് മലയാളം അറിയാം. പക്ഷെ കർണാടകക്കാർ ഇവിടെ ഉള്ളതുകൊണ്ടിട്ട് ബാക്കിയൊക്കെ പശു പറഞ്ഞോളൂ അല്ലെ, ഒന്ന് പറഞ്ഞോ, നീ കന്നഡ ನೀವು ನಿಮ್ಮ ಭಾಷೆ ಹೇಳಿ ಪರವಾಗಿಲ್ಲ. ಇದು ಉದ್ರ ಕೂದಲು ಸ್ಟಾಪ್ ಆಗುತ್ತೆ, ಡ್ಯಾಂಡ್ರಫ್ ಎಲ್ಲ ಕಡಿಮೆ ಆಗುತ್ತೆ, ತೆಳು ಕೂದಲು ಗಟ್ಟಿಯಾಗಿ ಮಂದವಾಗಿ ಬರುತ್ತೆ, ಹೇರ್ ಗ್ರೋತ್ ಆಗುತ್ತೆ, ಹೇರ್ ಲಾಂಗ್. എല്ലാം മനസ്സിലായതുകൊണ്ട് കുഴപ്പമില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാം മനസ്സിലായി. ഇപ്പൊ മുടിക്ക് നല്ല രീതിക്ക് എന്തൊക്കെയോ ഭയങ്കര കാര്യങ്ങളാണ് പുള്ളിക്കാരൻ പറഞ്ഞത്. മനസ്സിലായോ? ഞാൻ പറയാം, ഞങ്ങൾക്ക് മനസ്സിലാവൂല. ഡാൻഡ്രഫ് പോവും, ഹെയർ ഫോൾ സ്റ്റോപ്പ് ആവും, മുടി ബ്രേക്ക് ആവുന്നതൊക്കെ സ്റ്റോപ്പ് ആവും, നീളം മുടി. കർണാടകക്കാരി ഇവിടെ ഉണ്ട് എക്സ്പ്ലെയിൻ ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാം കൂടെ പുള്ളി തന്നെ അങ്ങോട്ട് പറഞ്ഞു. അതെന്തായാലും ഒരുമാതിരി പരിപാടിയായി പോയിട്ടോ. പുള്ളിക്കാരി അത്രയും ഇതായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് അങ്ങനെ മുട്ടി വെക്കണായിരുന്നു. അപ്പൊ ആ ഒരു സമയത്ത് പെട്ടെന്ന് ബഷീർ കയറി അങ്ങോട്ട് എക്സ്പ്ലെയിൻ ചെയ്തു, ഇങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ലാരോട്. ഞാൻ ആക്ച്വലി ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കില്ലേ ഈ പന്ന വയ്ക്കൊക്കെ കുറെ ബോയ്സിനെ കണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ മുടിയുള്ള ബോയ്സിനാണ്. ഞാൻ വന്നതൊക്കെ ഇത്ര ലോങ് ഹെയർ ആയിട്ട് വലിയ എത്ര ബോയ്സിനെ കണ്ട് പറയും. ഞാൻ കണ്ടിട്ട് തന്നെ ഏറ്റിപ്പോയി. ഞാനിങ്ങനെ വളർത്തിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കണം. ഇനി ഇതൊക്കെ തേച്ചിട്ട് വേണം എനിക്ക് കുറച്ചൊക്കെ ഹെയർ കുറച്ച് ഗ്രോത്ത് ആക്കി ഇങ്ങനെ വളർത്തി ഇങ്ങനെ ബാക്ക് വെച്ച് എത്താൻ വേണ്ടി. അപ്പൊ ഏറ്റവും കൂടുതൽ മുടി ഉണ്ടാവുന്നത് ആണുങ്ങൾക്കാണെന്നൊക്കെയാണ് പറയുന്നത്. ഓഫ് എന്റെ പൊന്നു, ഞാൻ അത് മേടിച്ച് പെറ്റി കഴിഞ്ഞിട്ട് ഇവിടെ വീട്ടിനകത്തുള്ള പെണ്ണുങ്ങളെക്കാളും കൂടുതൽ മുടി, അത്രയും മുടിയായി കഴിഞ്ഞാൽ പിന്നെ മുടി വെട്ടാനായിട്ട് ഇനി മുടി വെട്ടുകാരന് കാശ് കൊടുക്കണം. എന്തൊക്കെ ചെലവാണല്ലേ. അതിന് മുടിയൊക്കെ മടിച്ചു കളയുന്നല്ലേ. അതായത് ഇങ്ങോട്ട് വന്നപ്പോഴത്തേക്കില്ലേ സോനാണ് കൂടുതൽ പറഞ്ഞത്. എനിക്ക് ഇവിടെ ഏതായാലും ഇവിടെ ഭാഗത്ത് വന്നാണ് ആദിവാസി ഹെയർ ഓയിൽ, നീലാംബരി ഹെയർ ഓയിൽ എനിക്ക് എന്തായാലും വാങ്ങിക്കണം. അപ്പൊ അങ്ങോട്ടൊക്കെ പോകണമെന്നുള്ളത്.
ഓക്കെ, അപ്പൊ അവര് വന്നപ്പോ യാദർശികമായിട്ട് ഇവിടെ വന്നു എന്നുള്ള രീതിക്കാണ് അവർ പറയുന്നത്. മൈസൂർ പോയപ്പോഴത്തേക്ക് യാദർശികമായിട്ട് ആ ഒരു സ്ഥലത്ത് എത്തിപ്പെട്ടു, അല്ലാണ്ട് അതിന്റെ പ്രൊമോഷന് വേണ്ടി അവിടെ ചെന്നേക്കണതേ അല്ല എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ നമ്മൾ അങ്ങനെ വേണം ഒരു പ്രൊമോഷൻ ചെയ്യാൻ. നമ്മളൊരു പ്രൊമോഷൻ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും പറയാൻ പാടില്ല നമ്മൾ പ്രൊമോഷന് വേണ്ടിയാണ് വന്നേക്കുന്നത്. നമ്മൾ അൺഎക്സ്പെക്ടഡ് ആയിട്ട് ആ വഴി പോയപ്പോഴത്തേക്ക് അവിടെ എന്തോ ഒരു ക്രീം എന്ന്, പിന്നെ ഇവരുടെ BB ക്രീമാണ് വായിൽ വേണ്ട, അവിടെ ഒരു ഓയിൽ ഉണ്ടല്ലോ എന്ന് അവരെ ആ ഓയിലിന്റെ മണം അടിച്ച് അങ്ങോട്ട് കയറി എന്നുള്ള രീതിക്ക് അത്രയും അൺഎക്സ്പെക്ടഡ് ആണെന്നുള്ള നമ്മൾ അൺപ്രഡിക്റ്റബിൾ എന്നൊക്കെ പറയൂലേ, അതേപോലത്തെ രീതിക്ക് അവരവിടെ കയറി എന്നുള്ള രീതിക്കാണ് പറയുന്നത്. അപ്പൊ ഇവിടെ വരുമ്പോഴത്തേക്ക് ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഈ ആദിവാസി എന്നുള്ള അതിന്റെ കീഴിൽ ഒരുപാട് ബ്രാൻഡുകളുണ്ട്. ഏറ്റവും ബെസ്റ്റ് നീലാംബരി ഹെയർ ഓയിലിന്റെയാണ്. ഏറ്റവും ബെസ്റ്റ് നീലാംബരി തന്നെ, ബാക്കി എല്ലാം അതിന് അത് കഴിഞ്ഞിട്ടുള്ളൂ. അപ്പൊ ഇവർ ഈ നീലാംബരി അതാണ് ഇതാണെന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇട്ട് പൊക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഈ പൊക്കുമ്പോഴും നിങ്ങൾ ഈ അൺഎക്സ്പെക്ടഡ് ആണ്, ഇതാണ്, മറിച്ചാണെന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ എന്ത് സാധനമാണ് ഈ പ്രൊമോട്ട് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് വല്ല ധാരണയുണ്ടാകും. ഇതിന് മുന്നേ ഇപ്പൊ മറ്റേ ജിയോ മച്ചാൻ ഈ ഒരു സംഭവം പ്രൊമോട്ട് ചെയ്ത സമയത്ത് ഇതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങൾ ഇപ്പൊ നമ്മൾ യൂട്യൂബിനകത്താണെങ്കിലും ഗൂഗിൾ ചെയ്താലും ഇപ്പൊ ഇതിന്റെ സൈഡ് എഫക്റ്റും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇങ്ങനെയുള്ള ഒരു സംഭവമാണ് നിങ്ങൾ ഇങ്ങനെ ഇട്ട് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുന്നത്. ഞങ്ങൾ വന്നപ്പോ തന്നെ ഇല്ലേ ഈ കർണാടകയിൽ പല ആൾക്കാർ ഒരുപാട് കസ്റ്റമേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നില്ല. ഞങ്ങള് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കസ്റ്റമേഴ്സ് ഒക്കെ ഒന്ന് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്, കാരണം എന്നാലേ നമുക്ക് ഇത് ഷൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അത്രയധികം കസ്റ്റമേഴ്സ് ഉണ്ടായിരുന്നു. ഓരോരുത്തർ വന്നിട്ട് 10-15 ബോട്ടിൽസ് വന്ന് കവർ ചെയ്ത് 10-15 ബോട്ടിലൊക്കെയാണ് മേടിച്ചിട്ട് പോണത്. അപ്പൊ ഇത്രയും കസ്റ്റമേഴ്സ് അവിടെ ഉണ്ടായിട്ട് പിന്നെയും അവർക്ക് ബഷീർ ബാഷിനെയൊക്കെ വിളിച്ച് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു അത്രയും അതിന്റെ ആവശ്യം എന്താണ് അവർക്ക്? പിന്നെ പ്രൊമോഷന്റെ ഇവർക്ക് പ്രൊമോഷന്റെ ഒന്നും ആവശ്യമില്ലല്ലോ. കാര്യം ഇത്രയും കസ്റ്റമേഴ്സ് വരുന്ന കാര്യം ബഷീർ ബാഷിനെ പോലെ ഇത്രയും വലിയ യൂട്യൂബർക്ക് അവിടെ കയറി നിൽക്കാൻ പോലും സ്ഥലമില്ല, അതായത് ഷൂട്ട് ചെയ്യാൻ പോലും സ്ഥലമില്ല. അത്രയും കസ്റ്റമേഴ്സ് ആണ്. പിന്നെ എന്തിനാണോ ഈ പ്രൊമോഷൻ? അത് നമ്മൾ എത്ര എടുക്കണ്ട്? ഞാൻ എന്തായാലും 1 വർഷത്തേക്കുള്ളത് എടുക്കും. പറ്റൂല, എനിക്ക് 1 വർഷത്തേക്കുള്ളത് വേണം. കയ്യിലെ പൈസ അല്ല, ഇവിടെ കണ്ടില്ലേ പക്ഷെ ഇവിടുത്തെ പെണ്ണുങ്ങളുടെ ഹെയർ ഒക്കെ കണ്ടില്ലേ, ഇത്ര ഉണ്ട് ഹെയർ. നല്ല ലോങ് ലെങ്ത് ഹെയർ ആണ്. അല്ല, അടുത്ത പ്രാവശ്യം വരുമ്പോ എന്റെ കൂടി ഇത്ര ഉണ്ടോ? എന്റെ സാരില്ല, സോറി, നമുക്ക് ശരിയാക്കാം. നമുക്ക് എല്ലാം റെഡിയാക്കി എടുക്കാറുണ്ട്. അടുത്താൾ വന്നത് ഇത് ശരിക്കും ചുമ്മാ പറയലല്ല. അതല്ല നമ്മൾ മോഡൽസായിട്ട് യൂസ് ചെയ്യുന്ന ഫോട്ടോ മാത്രമല്ല ശരി. 1 വർഷത്തേക്കുള്ള ഓയിൽ വേണമെന്ന്. അപ്പൊ ഞാൻ പറയണതെന്ന് പറഞ്ഞാൽ അതിനേക്കാൾ ഏറ്റവും നല്ലൊരു വഴി ഞാൻ പറഞ്ഞുതരാം. അത് നമ്മുടെ വീട്ടിനകത്തേക്കുള്ള വാട്ടർ കണക്ഷൻ അങ്ങോട്ട് കളയുക. എന്നിട്ട് അവിടെ വാട്ടർ ടാങ്കിനകത്ത് ഫുള്ള് ഈ ഓയിൽ അങ്ങോട്ട് അടിച്ചു കയറ്റുക. എന്നിട്ട് ആ ഓയിലിനകത്ത് അങ്ങ് കുളിക്കുക. അതാകുമ്പോഴത്തേക്കും നമ്മുടെ മേല് ഫുള്ള് ആ ഓയിൽ എത്തുമ്പോഴത്തേക്കും അത് അത്രത്തോളം നമ്മുടെ ബോഡിനകത്ത് ഒരു അത്രയും നല്ലതല്ലേ. അപ്പൊ നിങ്ങൾ അങ്ങനെ ഒരു പ്ലാനും കൂടെ മുന്നോട്ടേക്ക് വെക്കണമെന്നാണ് ഞാൻ പറയുന്നത്. പക്ഷേ ചെമ്പുമുടി കറക്കും, നെരിച്ചുമുടി കറക്കത്തില്ല. അതാണ് ഞാൻ ഒരു പോയിന്റ് പറഞ്ഞത്. കാരണം അത് അവർ ജെന്യൂൻ ആയിട്ട് പറയുന്നത്. അരച്ചുമുടി ഒരിക്കലും കറക്കില്ല, ചെമ്പമുടി കറക്കും. അതായത് എന്റെ മുടിയൊക്കെ ചെറിയ ചെമ്പ മിക്സ് ആണ്, പക്ഷെ ഇതെനിക്ക് കറക്കണ്ട, അതിന് നിന്നാ മതി. പക്ഷെ അത് കറക്കണമെന്നുള്ളവർക്ക് കറക്കും. ചിലപ്പോ ചെറിയ മക്കൾക്ക് ചെറിയ മുടിക്കോ ഉണ്ടാവും, ചിലപ്പോ കറുത്താവലാവും, ഇല്ലൊക്കെ കറിയാനാവത്തില്ല. അത് കൊള്ളാം. നിങ്ങൾ എവിടെയെങ്കിലും ഒന്ന് ഉറച്ചു നിൽക്കുമോ? നിങ്ങൾ ആദ്യം പറഞ്ഞിട്ട് ഈ ചെമ്പൻ മുടി കറക്കും, അല്ലാത്ത മുടി മറ്റേ വൈറ്റ് ആയിട്ടുള്ള മുടി കറക്കൂല എന്ന് പറഞ്ഞു. അപ്പോഴത്തേക്കും ബഷീർ ബാഷി പറഞ്ഞു എനിക്ക് കുറെ ചെമ്പൻ മുടി ഉണ്ട്, പക്ഷെ അത് കറക്കണ്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പുള്ളിക്കാരി അപ്പം തന്നെ അതങ്ങ് തിരിച്ചിട്ട് പറഞ്ഞു. അപ്പൊ ചിലർക്ക് കറക്കും ചിലർക്ക് കറക്കൂല എന്നൊക്കെ ഉള്ള രീതിക്ക് മറ്റേ പുള്ളി പറഞ്ഞില്ലേ, അല്ല മറ്റേ കൊച്ചു പറഞ്ഞത് ചിലർക്ക് ശരിയാവും ചിലർക്ക് ശരിയാവൂല, എനിക്ക് ശരിയായില്ല എന്ന് പറയില്ല. അതേപോലത്തെ ഒരു ഡയലോഗാണ് പുള്ളിക്കാരി പഠിച്ചത്. ഞാൻ ഓരോ ചോദ്യം ചോദിക്കുമ്പോൾ ഞാൻ ശ്രദ്ധിക്കണം എന്താ പറയുക, ജെന്യൂൻ ആയിട്ടുള്ള റിപ്ലൈ പറയുന്നത്. നമ്മളൊരു ബിസിനസിന് വേണ്ടിയിട്ട് കുഞ്ഞുമക്കൾക്ക് അങ്ങനെയൊക്കെ ഇങ്ങനെ ഒന്നും പറയാനല്ല. കറക്റ്റ് അവർ പറയുന്നത് 1 മാസം 2 മാസം ഉള്ള കുട്ടികൾക്കല്ല, 1 വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഇത് ഉപയോഗിക്കാൻ തുടങ്ങാം. പോയിന്റാണ്, കറക്റ്റ് ജെന്യൂൻ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് നമുക്ക് ട്രസ്റ്റ്ഫുൾ ആയിട്ട് നമുക്ക് വാങ്ങിക്കാൻ പറ്റും. മനസ്സിലായോ? നമുക്ക് ഓരോരുത്തർ സംസാരത്തിൽ അവർ ബിസിനസിന് വേണ്ടിയിട്ടാണോ അല്ലെങ്കിൽ എന്ത് വേണ്ടിയിട്ടാണെന്ന് നമുക്കൊരു പിടി കിട്ടും. 1-2 കാര്യങ്ങൾ ചോദിച്ചപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായ കാര്യമാണ്, ബിസിനസിന് വേണ്ടിയിട്ടല്ല. എന്തായാലും ബഷീർ ബാഷി പറയുന്ന കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാവേണ്ടത് ഇത് ബിസിനസിന് വേണ്ടിയേ അല്ല ഈ പറയുന്നത്. കാര്യം ജെനുവിനായിട്ട് അങ്ങ് പറയണേണ്. കാര്യം അതിനോട് അത്രയ്ക്ക് ട്രസ്റ്റ് ഉള്ളത് കൊണ്ട് അവർ പറയുന്ന ആ കേട്ടപ്പോഴത്തേക്കും അത് ഉപയോഗിച്ച് നോക്കിയതിന്റെ ആ ഒരു എക്സ്പീരിയൻസ് ഒക്കെ ഉള്ളതുകൊണ്ട് അങ്ങോട്ട് പറയണേണ്, ജെനുവിനായിട്ട് പറയണേണ്. റോസ് നമ്മളിടുമ്പോ സ്മിത്തിലേക്ക് ഇടും. നീലാംബരി ഇതാണ് ബ്രാൻഡ് നെയിം തന്നെ. ബ്രാൻഡ് നെയിം തന്നെയാണ് നീലാംബരി. ബ്രഹ്മി, അതായത് ഈ ബ്രഹ്മി ഭയങ്കര ഡിമാൻഡുള്ള സാധനം, ഹെയറിനൊക്കെ ഭയങ്കര ഗുണം ചെയ്യണ ഒരു ഐറ്റം. ഇന്നത്തെ ഹെയർ ഓയിൽ ഞങ്ങളാണ് കൈസ് ഉണ്ടാക്കുന്നത്. അപ്പൊ ഈ ഹെയർ ഓയിൽ ഭയങ്കരവരൊക്കെ ഭയങ്കര ഭാഗ്യം വരെ ഇരിക്കും. കാരണം ഞങ്ങളല്ലേ ഉണ്ടാക്കുന്നത്.
അല്ലെങ്കിൽ തന്നെ ഈ എയർ ഓയിൽ മേടിച്ച് പറ്റണവരുടെയൊക്കെ വിധിയായിരിക്കും. ഇപ്പൊ ഇതും കൂടെ ആകുമ്പോഴത്തേക്ക് അവരുടെ വിധിയുടെ കാര്യത്തിൽ ഒന്നുകൂടെ തീരുമാനമായിട്ട്. അപ്പൊ അതാണ് ഇവരുടെ ആ ഒരു വീഡിയോ. ഇനിയും അങ്ങോട്ട് ഇഷ്ടം പോലെ ഉണ്ട് ഇവരുടെ വീഡിയോ. അപ്പൊ എനിക്ക് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, നിങ്ങൾ ഇതേപോലുള്ള, അതായത് ഈ കാണുന്നവരോടാണ് എനിക്ക് പറയാനുള്ളത്, ഇതേപോലുള്ള ഇപ്പൊ യൂട്യൂബിനകത്താണെങ്കിൽ ഇപ്പൊ പല പല സോഷ്യൽ മീഡിയനകത്ത് വന്നിട്ട് ആൾക്കാർ പല പല കാര്യങ്ങളൊക്കെ പ്രൊമോട്ട് ചെയ്യും. അതായത് ഇപ്പൊ ക്രീം, അതേപോലെ തലയിൽ പറ്റണ വെളിച്ചെണ്ണ, ഇപ്പൊ മുടി പോയവർക്ക് മുടി വരാനായിട്ടുള്ള വെളിച്ചെണ്ണ, അങ്ങനത്തെ പല രീതിക്കുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടെന്ന് വരാം. പക്ഷേ അതിപ്പോ നമ്മൾ ഉപയോഗിച്ച് നോക്കിയ ഒരാൾ നമ്മുടെ അടുത്ത് വന്ന് പറയാനാണ്, നമുക്ക് അത്രയും ട്രസ്റ്റ് ഉള്ള ഒരാൾ നമ്മുടെ അടുത്ത് പറയാനാണ്, അപ്പൊ നമുക്കത് വേണമെങ്കിൽ വിശ്വസിക്കാം. പക്ഷെ അല്ലാണ്ട് ഇപ്പൊ ഒരു യൂട്യൂബിനകത്ത് കാണുന്ന ഒരാളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സോഷ്യൽ മീഡിയനകത്ത് കാണുന്ന ഒരാളോ ഇപ്പൊ ഈ ബഷീർ ഭാഷിയൊക്കെ വന്ന് ഇത് പറയാനായിട്ടുണ്ട്, ഇതൊക്കെ മേടിച്ച് ഒരിക്കലും പറ്റരുതെന്നാണ് എനിക്ക് പറയാനുള്ളത്. കാരണം നമ്മൾ എന്തുറപ്പിലാണ് ഇവരെയൊക്കെ വിശ്വസിക്കുന്നത്. ഇപ്പൊ ഞാനടക്കം ഇപ്പൊ ഒരു കാര്യം നിങ്ങളോട് പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒരിക്കലും ഞാൻ പറയില്ല നിങ്ങൾ എന്നെ 100% വിശ്വസിക്കണമെന്ന്. കാര്യം ഞാൻ പറയണതാണെങ്കിലും നമ്മൾ വെരിഫൈ ചെയ്യണം, നമുക്കൊരു ബോധം വേണം. അത് ഒരു സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറാണ്. അപ്പൊ പുള്ളി ആ ഒരു കാര്യം പറയുമ്പോഴത്തേക്കും അത് പുള്ളിക്ക് അതിൻ്റെതായ ലാഭങ്ങളൊക്കെ വെച്ചിട്ടായിരിക്കാം പുള്ളി ആ ഒരു കാര്യം പറയുന്നത്. അപ്പൊ നമുക്ക് എന്ത് ഉറപ്പിലായിരിക്കും നമുക്ക് അയാളെ വിശ്വസിക്കാൻ പറ്റാന്ന് നമുക്കൊരു ബോധം വേണം. അപ്പൊ ആ ഒരു കാര്യമാണ് എനിക്ക് നിങ്ങളോടെല്ലാം പറയാനുള്ളത്. അല്ലാണ്ട് ഇതേപോലുള്ള കാര്യങ്ങളൊക്കെ കാണുമ്പോഴത്തേക്കും തന്നെ ചാടിക്കൽ മേടിക്കാണ്ടിരിക്കുക. അപ്പൊ എന്താണ് ഇതിനെപ്പറ്റി നിങ്ങൾക്ക് പറയാനുള്ളത്? വീഡിയോയുടെ കണ്ടായിട്ട് വീഡിയോ ഇഷ്ടപ്പെട്ട മാത്രമല്ല സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.